ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുവിൻ്റെ കാര്യം ഗായത്രിയും ഭാവനയും സേതുവും മായയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ഭാനുവിൻ്റെ വിവാഹം നടത്താം എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ സേതു പറയാണ്, ഭാവന നിനക്കെന്ത് സുഖമില്ലേ, ഇക്കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ഡിമാൻഡ് ഒരിക്കലും നമ്മളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഡിമാൻഡാണ്, നമുക്കൊരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. ഇതിപ്പോ ഭാമയ്ക്ക് വേണ്ടി അംബാലിക എൻ്റെ ഡിമാൻഡ് വെച്ചതുപോലെയാണല്ലോ എന്ന് സേതു പറയുമ്പോൾ ഭാവന പറയാണ്, അങ്ങനെയല്ല സേതുവേട്ട, ഭാമയ്ക്ക് നമുക്ക് അംബാലിക ആൻറ്റിയുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയായിരുന്നുള്ളൂ. കാരണം ഭാമ ഗർഭിണിയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭാനുവിന് അങ്ങനെയല്ല. ഭാനുവും ജയേഷും തമ്മിൽ ഇഷ്ടത്തിലാണ്. ജയേഷിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് തന്നെയാണ് ഭാനുവിൻ്റെയും തീരുമാനം. അപ്പോൾ സേതു പറയണേ, ജയേഷിനെ എന്തിനു കൊള്ളാം, ജയേഷിനേക്കാളും നല്ലത് എന്തുകൊണ്ടും അഭി തന്നെയാണ്. അഭി ഭാമയെ മാത്രമാണ് സ്നേഹിച്ചത്, ഭാമയല്ലാതെ മറ്റൊന്നും അവൻ ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നില്ല. അംബാലിക ആൻറ്റിയുടെ ഒറ്റ വാശി കൊണ്ടാണ് പിന്നീട് നീ ആ തുകയും കാര്യങ്ങളൊക്കെ അവർക്ക് സ്ത്രീധനമായി കൊടുത്തത്. പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ. ജയേഷ് ഭാനുവിനെയല്ല സ്നേഹിക്കുന്നത്, അവൻ്റെ അച്ഛനൊപ്പം അവൻ കൂട്ടുനിന്ന് സ്ത്രീധനത്തിനെയല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കണ്ട എന്ന് തന്നെ പറയുമ്പോൾ ഗായത്രി പറയണേ, നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗായത്രി എണീറ്റ് പോവുകയാണ് കേട്ടോ. പക്ഷേ സേതുവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതൊന്നുമല്ല സംഭവിക്കുക എന്ന് ഗായത്രിക്കും ഭാവനയ്ക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അക്കാര്യം മറച്ചു വെക്കുകയാണ്. അങ്ങനെ സേതു പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഭാനുവിൻ്റെ പുറകെ ജയേഷ് നടക്കാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അവനെ രണ്ട് പൊട്ടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഇനി ഒരിക്കലും ഭാനുവിൻ്റെ പുറകെ നടക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഭാവന പറയണേ, വെറുതെ അടിയും പിടിയും ഉണ്ടാക്കാനൊന്നും സേതുവേട്ടം പോവാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ ഒരു അടിപിടി കേസ് തീർന്നതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ വെറുതെ അടുത്ത പ്രശ്നത്തിൽ പോയി തലയിടാൻ നിൽക്കണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ ഭാവന പറഞ്ഞ ആ വാക്ക് കേൾക്കുമ്പോൾ സേതു പെട്ടെന്നങ്ങ് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഗായത്രിയും ഭാവനയൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ സേതുവും മായയൊക്കെ ഇവർ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മായയ്ക്ക് ഒരു സംശയം പോലെ വരികയാണ്. പിന്നീട് മാനസയുടെ റൂമിലേക്ക് ജയനിർമ്മല വരികയാണ്. അപ്പോൾ മാനസ വിഷമിച്ചിരിക്കുമ്പോൾ, മോളെ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ട ആൻറ്റി എന്ന് പറയാട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല മോളെ, നീ വായോ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി എനിക്ക് തീരെ വിശപ്പില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറയാട്ടോ. എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആൻറ്റി എന്നെ ഒന്നും മനസ്സിലാക്ക്, എൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷെ അതുപോലെയല്ല, നിന്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും നിന്നിലിപ്പോൾ സംശയം വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മനസ്സ് പറയട്ടെ, എനിക്ക് തല ചുറ്റിയത് പോലും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആൻറ്റി, എന്തോ സുനിലിന് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയട്ടെ, മോള് വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്, അതൊന്നുമല്ല. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഞങ്ങൾ എന്തായാലും ഞാനും ദേവേട്ടനും നാളെ ഇവിടെ നിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്, നീ കൂടി വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി എനിക്കിപ്പോൾ ഒരു യാത്ര ചെയ്യാനുള്ള മൂഡൊന്നുമില്ല, എങ്കിൽ നീ ഭക്ഷണമൊക്കെ പുറത്തു നിന്ന് വാങ്ങിച്ച് കഴിച്ചോളാം, നീ ഓർഡർ ചെയ്താൽ മതി എന്ന് പറയട്ടോ. നിൻ്റെ അമ്മയും അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തതാണെന്ന് നീ ഓർക്കണം എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ ചെയ്തോണ്ട് ആൻറ്റി എന്ന് പറയണം. ആൻറ്റി എന്നെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, മോളെ നിന്നിൽ ഒരു വിശ്വാസക്കുറവുമില്ല, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, സുനിൽ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. സുനിലിൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം സമ്പാദ്യമുള്ളവരാണെന്നുള്ളത് നീ ഓർക്കണം. അവരെയൊക്കെ ഉപേക്ഷിച്ച് സുനിൽ നിനക്ക് വേണ്ടി ഇവിടെ കാവൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അതൊന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ, അവൻ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി, ആൻറ്റിക്ക് അത് പറഞ്ഞാൽ വിശ്വാസമാവില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണിൽ കണ്ടതല്ലേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അന്ന് നിന്നെയും സുനിലിനെയും ഒരു റൂമിൽ വെച്ച് കണ്ടപ്പോൾ ഞാനടക്കം എല്ലാവരും അത് വിശ്വസിച്ചില്ലേ, പക്ഷേ അതൊരു ചതിയാണെന്നുള്ളതൊന്നും ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അവൻ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അവൻ എൻ്റെ സന്തോഷമല്ല ആഗ്രഹിക്കുന്നത്, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ്, അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയാണ്, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല മോളെ, കാരണം നിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ അവന് നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ പോരെ, എന്തിനാണ് നിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ അവൻ നിന്റെ പുറകെ വരേണ്ടത്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല മോളെ, നിന്നെ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇവിടെ കാവൽ കിടക്കുന്നത് തന്നെ എന്ന് പറയണം. അങ്ങനെ എന്ത് പറഞ്ഞാലും ജയനിർമ്മല അത് വിശ്വസിക്കുന്നില്ല എന്ന് മാനസയ്ക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ജയനിർമ്മല കുറച്ച് ഉപദേശിച്ച ശേഷം പോവുകയാണ്. അപ്പോൾ മനസ്സിൽ തീരുമാനിക്കുകയാണ്, എന്തായാലും നാളെ ഇവിടെ ആരുമില്ലാത്തതല്ലേ,
സുനിലിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇവരെ എല്ലാവരെയും വിശ്വസിപ്പിച്ച് കൊടുക്കണം. അതാണ് ഇനി നടക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. സുനിലിനെയാണ് എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവൂ എന്നൊക്കെ മാനസ് സ്വയം മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. പിന്നീട് വെള്ളം കുടിക്കാൻ വേണ്ടി മാനസ് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ സുനിൽ സോഫയിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ മാനസയെ കാണുന്ന സമയത്ത് സുനിൽ മാനസയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ നല്ല കൊതുകുണ്ട് മാനസ, ഞാൻ കൂടി നിന്റെ കൂടെ റൂമിൽ വന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം, പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ സുനിൽ പറയണേ, നീ എന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസം വരും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല സുനിലേട്ട, ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാനസയുടെ വായിൽ നിന്നും സുനിലേട്ട എന്നുള്ള വിളി വരുമ്പോൾ കണ്ടില്ലേ, നീ പോലും അറിയാതെ നിന്റെ വായിൽ നിന്നും എന്നെ സുനിലേട്ട എന്നുള്ള വിളി വന്നത് കണ്ടില്ലേ, അതുപോലെ നീ പോലും അറിയാതെ എന്നെ കാത്തിരിക്കുന്ന ഒരു നിമിഷം വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മനസ്സ് പറയണേ, നിന്റെ ആ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് സുനിൽ മാനസയെ വെല്ലുവിളിക്കാൻ കേട്ടോ. അങ്ങനെ മാനസ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സുനിലും പുറകെ ചെല്ലുകയാണ്. അപ്പോൾ സുനിലിനോട് ദേഷ്യപ്പെട്ട് മാനസ സുനിലിനെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് ഭാവനയുടെ അടുത്തേക്ക് ഗായത്രി വരികയാണ്. അപ്പോൾ ഭാവന കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഗായത്രി പറയണേ, മോളെ നീ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഗായത്രി ഭാവനയെ മാറ്റി നിർത്തുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഭാനുവിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. ഗായത്രി പറയണ, ഭാവന മോളെ നീ പറഞ്ഞതുപോലെ ഭാനുവിൻ്റെയും ജയേഷിൻ്റെയും വിവാഹം നമുക്ക് നടത്താം, അതാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല. നീ പറഞ്ഞതുപോലെ, നീ സംശയിക്കുന്നത് പോലെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് ഭാനുവിനെ പറഞ്ഞയക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ വിവാഹം നടത്താം എന്ന് ഗായത്രി പറയുമ്പോൾ ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷമാവണ്ട, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഗായത്രി പറയാണ്, അവർ ചോദിച്ച ഡിമാൻഡ് അത് നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ അതിനൊക്കെ വഴിയുണ്ട്. എന്തായാലും മോഹനമ്മാവനെ കണ്ട് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മോഹനമ്മാവന് മനസ്സിലാവാതിരിക്കില്ലല്ലോ. അവർ പറയുന്നത് പോലെ വീടൊന്നും നമ്മളെ കൊണ്ട് ഇപ്പോൾ നടക്കില്ല, പക്ഷെ അതിനും ഒരു വഴി കണ്ടെത്താം. ഇപ്പോൾ അവർ പറയുന്നത് പോലെ ഒരു കാറ് നമുക്ക് എല്ലാവർക്കും കൂടി സംഘടിപ്പിക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് പൈസയുണ്ടെങ്കിൽ ഒരു വീടും സ്ഥലവും വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗായത്രി പറയാണ്, അതിന് പൈസ തന്നെ വേണ്ട മോളെ, നീ സൂര്യയെ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ എൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് അമ്മേ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പക്ഷെ മോളെ എല്ലാ കാര്യത്തിനും സൂര്യയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പിന്നെ ഇത്രയും വലിയ ഡിമാൻഡും കാര്യങ്ങളും സൂര്യ നടത്താൻ വേണ്ടി നിന്നാലും അതൊന്നും ജയ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് ഞാൻ അമ്മയെ സൂര്യയെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയെല്ലാം ഉണ്ടല്ലോ. ഭരത്തിനും ജോലിയായി, സേതുവേട്ടനും അത്യാവശ്യം വർക്കുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ തുക എടുത്ത് പിരിച്ചാൽ നടക്കാവുന്നത് കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, എന്താ മോളെ നീ ഈ പറയുന്നത്, നിനക്ക് അറിയാവുന്നതല്ലേ നിൻ്റെ കൂടപ്പിറപ്പുകളെ കുറിച്ച്, എനിക്കെന്തോ അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അമ്മ പ്രസവിച്ചതാണെങ്കിലും കൂടിയിട്ട് അവരെ ഞാനല്ലേ അമ്മയെ വളർത്തിയത്, അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവരെല്ലാവരും ഞാൻ പറയുന്ന ഇക്കാര്യത്തിന് സമ്മതം മൂളുമെന്നുള്ളത്. എല്ലാവരും ഒരു ചെറിയ തുക എടുത്തു കഴിഞ്ഞാൽ ഭാനുവിൻ്റെ കല്യാണം നടത്താൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഗായത്രിയും ഭാവനയും സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് മായ വരുന്നത്. അങ്ങനെ മായ അവിടെ മറഞ്ഞു നിൽക്കാൻ കേട്ടോ. എന്താണ് ഇവർ സംസാരിക്കുന്നത്? ഭാനുവിൻ്റെ കാര്യത്തിൽ ഇവരിങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഇതിലിപ്പോൾ എന്തോ ഒരു പ്രധാന വിഷയമുണ്ട് എന്ന് മായയ്ക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ മായ ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഭാവന പറയാണ്, അമ്മേ നമുക്ക് ഭാനുവിനെയും ജയേഷിൻ്റെയും വിവാഹം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതിനിപ്പോൾ അവർ വെച്ച ഡിമാൻഡിൽ കുറച്ചെങ്കിലും നടത്തണം, അതാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. കാരണം ഇനി എങ്ങാനും ഭാനു എന്തെങ്കിലും തരത്തിൽ കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവാഹത്തോടു കൂടി അത് ഇല്ലാതാവുകയും ചെയ്യുമല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ ഭാനുവിന് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മായയ്ക്ക് ചെറിയൊരു സംശയം വരികയാണ്. അടുത്ത എപ്പിസോഡിൽ മായ ഇതെല്ലാം കേട്ടതുകൊണ്ട് തന്നെ ഭാവനയെ ചെന്ന് കണ്ട് സംസാരിക്കുകയാണ്. എന്താ മോളെ പ്രശ്നം, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ ഭാവന മായയ്ക്ക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവർ തമ്മിൽ അടുപ്പത്തിലാണല്ലോ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, അതുകൊണ്ട് ഈ വിവാഹമല്ലാതെ മറ്റൊരു വിവാഹത്തിന് ഭാനു സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഇതാണെന്നുള്ള കാര്യം മായയോട് ഭാവന പറയാട്ടോ. സേതുവേട്ടൻ ഒരിക്കലും ഇക്കാര്യം അറിയരുത്. പിന്നെ
കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിടത്ത് നിൽക്കില്ല. സേതുവേട്ടൻ്റെ സ്വഭാവം മായേച്ചി കൂടി അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മായയോട് ഭാവന എല്ലാ സത്യവും പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് വീട്ടിലാരുമില്ല എന്ന് മനസ്സിലാക്കിയ മാനസ സുനിലിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരെയും അറിയിക്കണം എന്നൊരു തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ടാവും കേട്ടോ. മാനസ ഇതിൽ നിരപരാധിയാണ്, സുനിൽ ഒരു ഫ്രോഡാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി വീട്ടിലാരുമില്ല എന്ന് മനസ്സിലാക്കിയ മാനസ സുനിലിൻ്റെ അടുത്തേക്ക് ചായയുമായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് സുനിലിനെ റൂമിലേക്ക് വിളിച്ച ശേഷം സ്നേഹത്തോടു കൂടി മാനസ സുനിലിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ സുനിൽ അതെല്ലാം വിശ്വസിക്കുകയാണ്. എന്നിട്ട് മാനസയോട് പറയാണ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് മാനസ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. നീ എന്നെ മനസ്സിലാക്കുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി പരസ്പരം ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനസയുടെ മനസ്സിൽ സുനിലിനെ കൊണ്ട് തന്നെ സുനിലിൻ്റെ വായിൽ നിന്നും സത്യം പുറത്തു വരിക്കണം, എന്നിട്ട് എല്ലാവരെയും തെളിയിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ മാനസ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ഭാനുവിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഭാവന എല്ലാവരോടും സഹായം ചോദിക്കുന്ന സമയത്താണ് എല്ലാവരും ഇനി ഭാവനയ്ക്ക് മുന്നിൽ ആ തനി സ്വഭാവം പുറത്തു ചാടിക്കുന്നത്.